നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ കെ വി തോമസ് ആണ് ഈ ആഴ്ച അതിഥി. സ്വാഗതം. UDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് അപമാനകരമായി ഒഴിവാക്കപ്പെട്ട അവസ്ഥയിൽ വലിയ വേദനയുണ്ട് എന്ന് ഡൽഹിയിൽ വെച്ച് പറഞ്ഞിരുന്നു. ഒരു ഷോക്കും. അതിപ്പോൾ മാറിയോ? ഒന്ന് അപമാനകരമായി മാറ്റപ്പെട്ടിട്ടില്ല. കാരണം 6 മാസം മുമ്പ് ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഈ തവണ എന്നെ ഒഴിവാക്കണം. പക്ഷേ നേതൃത്വം എടുത്തത് വ്യത്യസ്തമായ തരത്തിലുള്ളത് ഞാൻ പരിശീലിക്കണമെന്ന്. പിന്നീട് ആ വെള്ളിയാഴ്ച എന്നെ ഡൽഹിക്ക് വിളിച്ചപ്പോഴും എന്നോടിത് പറഞ്ഞിട്ടില്ല. പിന്നീട് ഞാൻ മാധ്യമങ്ങളിലൂടെ ഇത് കാണുമ്പോൾ എനിക്കൊരു ഷോക്ക്, സ്വാഭാവികം ഉണ്ടാകാവുന്നൊരു ഷോക്ക്. എന്നതിനപ്പുറത്ത് ഒന്നും അതിനെക്കുറിച്ച് കാണേണ്ടതില്ല. ഞാനിപ്പോൾ കേരളത്തിൽ എറണാകുളത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഹൈബിയെ വിജയിപ്പിക്കാൻ വേണ്ടി മുഴുവൻ സമയവും ഇവിടെ ഇന്നലെയാണ് ഞാൻ വന്നത് മുതൽ ചിലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിലെ 20 UDF സ്ഥാനാർത്ഥികളും വിജയിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് തീരപ്രദേശങ്ങൾ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പാർലമെൻറ്റ് സീറ്റുകളിൽ പ്രചരണത്തിന് പോകുന്നുണ്ട്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. UDFിനെ വിജയിപ്പിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. ഇന്നത്തെ സാഹചര്യവും രാഷ്ട്രീയ സാഹചര്യവും കോൺഗ്രസ് അധികാരത്തിൽ കടന്നു വരണം എന്നുള്ളതാണ്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായി ഞാൻ ഈ രംഗത്തുണ്ടാകും. എന്നോടൊന്ന് പറയാമായിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിഷമമായി പങ്കുവച്ചത്. പറയാതിരുന്നത് ആരാണ്? എനിക്കറിയത്തില്ല, എന്നോടാരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ സന്തുഷ്ടനാണ്. കാരണം അത് കഴിഞ്ഞ് ആ യോഗത്തിൽ നടന്ന ചർച്ചകൾ എന്നോട് നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നോട് കാണിച്ച സ്നേഹം, സോണിയാഗാന്ധി ഉൾപ്പെടെ കാണിച്ച സ്നേഹം, ആ തീരുമാനമെടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ കോൺഗ്രസിൻ്റെ ഉന്നതരായ നേതാക്കന്മാരാണ് എന്നെ വന്ന് കണ്ടത്. അഹമ്മദ് പട്ടേലും വാസനിക്കും, ഞങ്ങളുടെ ചാർജുള്ള വാസനിക്കുമാണ്. അത് കഴിഞ്ഞ് സോണിയാജി എന്നെ വിളിപ്പിച്ചു, സംസാരിച്ചു, രാഹുലുമായിട്ട് സംസാരിച്ചു. അപ്പോൾ എനിക്കുള്ള എന്തെങ്കിലും ചെറിയ പരിഭവങ്ങളുണ്ട്, അതെല്ലാം തീർന്നു. മാത്രമല്ല, ഞാൻ ഇന്നലെ കൊച്ചിയിൽ വന്നപ്പോൾ അഭൂതപൂർവമായ സ്നേഹപ്രകടനം അത് ഗ്രൂപ്പില്ല, കൊച്ചിയുടെ മേയറാണ് ഉൾപ്പെടെയാണ് വന്നത്. പിന്നീട് ഞാൻ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ പോയി ഹൈബിയെ കണ്ടു. ഇന്നലെ മുതൽ ഞങ്ങൾ ഒന്നിച്ചാണ് പല പ്രചരണ മേഖലകളിലും പോയിട്ട്. ഇന്നലെ എൻ്റെ നാട്ടിൽ ഞാൻ ജനിച്ചു വളർന്ന കുമ്പളങ്ങി എന്ന് അവരോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സന്തോഷം. കാരണം ഞാനെടുത്ത തീരുമാനം ഈ കാര്യത്തിൽ ഒരു പരിഭവമില്ല, പരിഭവിക്കേണ്ട കാര്യമില്ല. ഈ കോൺഗ്രസ് പാർട്ടിയാണ് എന്നെ ഞാനാക്കിയത്. കുമ്പളങ്ങിയിൽ ഒരു സാധാരണ വീട്ടിൽ ജനിച്ച് അവിടെ 7ാം വാർഡിൻ്റെ പ്രസിഡൻ്റായി 1968 വന്നു. ഞാൻ അന്നത്തെ എൻ്റെ ആഗ്രഹം കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡൻ്റ് ആകണമെന്നാണ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡൻ്റ് ആകണം. അതിൽ നിന്നൊക്കെ ഞാൻ ഉയർന്നിരിക്കുന്നു. അപ്പോൾ അതിന് കാരണം ഈ കോൺഗ്രസ് പാർട്ടി. ഇതിനിടയിൽ പലവട്ടം എറണാകുളത്ത് തന്നെ സംസാരം ഇത്തവണ തോമസ് മാഷ് ആയിരിക്കില്ല എന്ന തരത്തിലുണ്ടായിരുന്നു. പക്ഷേ അതേസമയം താങ്കൾ ഒരു പ്രാരംഭ പ്രചരണ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. ചിലയിടത്ത് പ്രവർത്തകർ ചുവരെഴുതി, ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു, വികസന നേട്ടങ്ങൾ സൂചിപ്പിച്ച്. അപ്പോൾ മത്സരിക്കാൻ പൂർണ്ണമായ അർത്ഥത്തിൽ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. നേരത്തെ കൂട്ടി പാർട്ടിയുടെ കേരള ഘടകം പറഞ്ഞില്ല എന്നുള്ളതാണോ ഒരു വിഷമം, അതോ ഡൽഹിയിൽ നിന്ന് പറഞ്ഞില്ല എന്നുള്ളതാണോ? എന്നോട് ആരും പറഞ്ഞില്ല എന്നുള്ളതാണ്. എന്നോട് ഈ അവസാന നിമിഷം മാധ്യമങ്ങളിലൂടെ കാണുന്നത് വരെ ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ സസന്തോഷം. കാരണം ഞാൻ മാനസികമായി തയ്യാറെടുത്തിരിക്കുകയാണ് 6 മാസം മുമ്പ്. കാരണം എനിക്ക് തോന്നി കുറേ നമ്മൾ 5 പ്രാവശ്യം MP ആയി, 2 പ്രാവശ്യം MLA ആയി, ദീർഘമായ 35 വർഷക്കാലം പാർലമെൻ്ററി ലൈഫാണ്, കേന്ദ്രമന്ത്രിയായി, സംസ്ഥാന മന്ത്രിയായി. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചെറിയ മാറ്റം എപ്പോഴും ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. അത് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. അല്ല, അങ്ങനെയാണെങ്കിൽ പാർട്ടി അക്കാര്യത്തിൽ തോമസ് മാഷിന് കൂടി ഈ ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അങ്ങേ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ തരത്തിലുള്ള വേദന അങ്ങേക്ക് തോന്നാത്ത വിധത്തിൽ ഈ കാര്യം പരിഹരിക്കാമായിരുന്നില്ലേ? അതിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് രാഹുൽ ഗാന്ധി തൃശ്ശൂർ പോകാൻ, തൃപ്രയാർ പരിപാടിക്ക് പോകാൻ വരുമ്പോൾ അന്ന് ഞങ്ങൾ 1 മണിക്കൂറോളം കൊച്ചിൻ എയർപോർട്ടിലുണ്ട് ഒന്നിച്ച്. ഞാനപ്പോൾ പറഞ്ഞു, ഞാൻ മാറിയേക്കാം, നിങ്ങളൊരു സംവിധാനം ചെയ്യും, ഞാനതിൽ പാർട്ടിയിൽ വർക്ക് ചെയ്യണമല്ലോ, അതിനുള്ളൊരു സംവിധാനം നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞ് എല്ലാവരും ഉണ്ട്. ഉമ്മൻചാണ്ടിയും രമേശും സതീശനും ഒക്കെ ഉള്ളപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ സതീശൻ തന്നെ പറഞ്ഞു, ശരിയാ മാഷ് പറഞ്ഞത് ശരിയാണ്, മാഷിനെ എവിടെയെങ്കിലും ഒരു അംഗീകരിച്ച് കാര്യങ്ങൾ തീർക്കണം. പക്ഷെ പിന്നീട് അങ്ങനെ ഒരു ചർച്ച ഉണ്ടായില്ല. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ മറുപടി പറയുന്നത് നമ്മുടെ നേതൃത്വം. പക്ഷേ ഇവിടുത്തെ DCCയുടെ പട്ടികയിൽ ഒരു പേരേ ഉണ്ടായിരുന്നുള്ളൂ, അത് സിറ്റിംഗ് MPയുടെ പേരാണ്. അപ്പോൾ അത് ഡൽഹിയിലേക്ക് പോയി. ഇത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം എന്നുള്ള നിലയിലാണോ അങ്ങ് മനസ്സിലാക്കി? എനിക്കറിയില്ല എവിടെയാണ് തീരുമാനം. പക്ഷേ KPC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ, അത് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടതാണ്. അപ്പോൾ അദ്ദേഹം ആ കമ്മിറ്റിയിലുണ്ടായിരുന്ന സ്ഥിതിയിൽ അദ്ദേഹം പറഞ്ഞതിൽ
പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു നുണ പറയുന്ന ഒരാളല്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ കേരള ജനത കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ വെച്ച് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഒരു ഗ്രൂപ്പിലും ഇല്ല എന്നുള്ളതാകാം ഇതിൻ്റെ കാരണം എന്നുകൂടിയാണ്. അതാണോ അയോഗ്യത എന്നുകൂടി ചോദിക്കുകയുണ്ടായി. ഈ രണ്ടാഴ്ചക്കകത്ത് ഗ്രൂപ്പിന് അഭിമതനായില്ല അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഭാഗഭാക്കായില്ല എന്നുള്ളതാണ് ഇത്തവണ സീറ്റ് കിട്ടാതിരുന്നതിന് കാരണം എന്നാണോ തോന്നിയത്, മനസ്സിലാക്കിയത്? എന്താണ് കാരണം എന്നെനിക്കറിയില്ല. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അകത്ത് ഗ്രൂപ്പിസം ഒരു പരിധി വിട്ടൊരു ക്യാൻസറായി മാറിയെന്ന് പലപ്പോഴും, ഇപ്പോഴല്ല പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഗ്രൂപ്പിലൂടെ വന്നയാളാണ്. ശ്രീ കെ കരുണാകരൻ്റെ കൂടെ കരുണാകരൻ്റെ ശക്തനായ ഒരു അനുയായി എന്ന നിലയിൽ വരികയും അതിലൂടെ വളരുകയും ചെയ്തത്. പക്ഷെ അന്നും എത്ര മാത്രം ഗ്രൂപ്പ് ഉണ്ടായാലും അവസാനം പാർട്ടിക്ക് ക്ഷീണമെന്നൊന്നും ചെയ്യില്ല. കരുണാകരനും ആൻ്റണിയും കൂടി ചേർന്നാൽ തീർന്ന പ്രശ്നം. ഇപ്പോൾ അതിൽ നിന്നും വിപരീതമായി ഞാൻ താഴെ തട്ട് മുതൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു ബൂത്ത് പ്രസിഡന്റ് മാറ്റുന്നു. അപ്പോൾ ചോദിച്ചത് ആരുടെയാണ്? അയ്യോ അയ്യ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും പാർട്ടി ഫോറങ്ങളിൽ പറയാം, നിങ്ങൾ കൊള്ളാവുന്ന ആളുകളെ വെക്കുക, വെറും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഇത് പങ്കുവെക്കരുത്, അത് അപകടകരമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ തവണ AICC ഒരു സർവേ നടത്തിയെന്നും അതിൽ പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഇത്തവണ എറണാകുളത്ത് KV തോമസ് ആയിരിക്കില്ല, മറ്റൊരാളായിരിക്കും നല്ലത് എന്ന അഭിപ്രായം പറഞ്ഞത് എന്നുമാണ് ഒരു വേർഷൻ. അങ്ങനെ ഇവിടെ ഒരു സർവേ നടത്തുകയും താങ്കൾ അനഭിമതനാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായോ? എനിക്കറിയില്ല, ഞാനെങ്ങനെ അറിയാം? എന്നോട് പറഞ്ഞാലേ അറിയാൻ കഴിയത്തുള്ളൂ. അങ്ങനെ സർവേ നടന്നോന്ന് എനിക്കറിയത്തില്ല, ഇങ്ങനെ അഭിപ്രായമുണ്ടോയെന്ന് അറിയില്ല, എന്നോട് ആരും പറഞ്ഞിട്ടില്ല. എറണാകുളം ജില്ലയിലെ ജനപ്രതിനിധികളിൽ ചുരുക്കം പേരൊഴികെ ബാക്കിയുള്ളവരെല്ലാം KV തോമസ് മാറണം എന്ന നിലപാടെടുത്തുന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്കറിയില്ല, എന്നോടാരും പറഞ്ഞിട്ടില്ല. എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഒരാൾ പോലും ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല, അന്നും പറഞ്ഞിട്ടില്ല. ഈ കാര്യത്തിലൊരു ഗ്രൂപ്പ് കളി നടന്നിട്ടുണ്ടാവും. ഇത്തവണ പൊതുവെ UDFൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ അതിൽ ഉമ്മൻചാണ്ടി അനുകൂലികൾ എത്ര, രമേശ് ചെന്നിത്തല അനുകൂലികൾ എത്ര, ആർക്ക് വേണ്ടി നിലകൊണ്ടു, സേഫ് സീറ്റ് ആര് വാങ്ങിച്ചു, ഇത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും പുറത്തും ഒരു ചർച്ചയായിരുന്നല്ലോ. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു സംഭവ വികാസം തന്നെ എറണാകുളത്തും അരങ്ങേറിയെന്ന് വിചാരിക്കുന്നുണ്ടോ? എന്നെനിക്കറിയത്തില്ല. കാരണം എനിക്ക് ഗ്രൂപ്പില്ല. ഞാൻ കെ കരുണാകരനിൽ നിന്നും 2003 ആണ് ലീഡറിൽ നിന്ന് മാറുന്നത്. അതിൻ്റേതായ കാരണങ്ങളുണ്ടായിരുന്നു. അന്നത്തെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2 സീറ്റ് വേക്കൻ്റായി. അതിൽ ആൻ്റണിക്ക് കിട്ടിയ സീറ്റ് വയലാറിലേക്ക് കൊടുത്തു. ഇപ്പുറത്ത് മുരളി KPC പ്രസിഡന്റ്, ലീഡർ ഐയുടെ നേതാവ്. അന്ന് കിട്ടിയ സീറ്റ് രണ്ടുപേരും തമ്മിൽ തർക്കമായി. ചാക്കോയ്ക്ക് കൊടുക്കണമെന്ന് മുരളി, ഒടവത്തിന് കൊടുക്കണമെന്ന് ലീഡർ. ആ തർക്കം മൊത്തപ്പെട്ടാണ് തെരഞ്ഞെടുപ്പ് സാറാകുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് സാറിനെ തീരുമാനിച്ചത് കോൺഗ്രസ് പ്രസിഡന്റ് തീരുമാനിച്ചപ്പോൾ എനിക്ക് അതിന് തെറ്റാണ് ആ തീരുമാനം തോന്നിയില്ല, ശരിയായിരുന്നു എന്നാണ് എൻ്റെ തീരുമാനം. ഞാൻ ലീഡറോടും മുരളിയോടും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ തർക്കം തീർത്ത് ഒരാളെ കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അന്ന് ഞാൻ സ്ട്രോങ് ആയിട്ട് കോൺഗ്രസ് പ്രസിഡന്റ് കൂടെ അവിടെ നിന്നാണ് ഞങ്ങൾ തമ്മിൽ മറ്റു പല കാരണങ്ങളുണ്ട് അകലുന്നത്. അകൽച്ചയിൽ മറ്റാരേക്കാൾ വേദനിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ലീഡർ തന്നെയാണ് പ്രധാനമായും. എന്നെ വളർത്തിയെടുത്തത് ലീഡർ രാഷ്ട്രീയമായി. പക്ഷെ അദ്ദേഹത്തിന് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാറേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും എൻ്റെ മനസ്സിൽ ഞാനൊരു ഐക്കാരനാണ്. പക്ഷേ പിന്നീട് ആ ശക്തമായ ഗ്രൂപ്പിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല, ഏതെങ്കിലും ഗ്രൂപ്പിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല. എറണാകുളത്ത് എല്ലാവരുമായിട്ട് ഞാൻ വ്യക്തിബന്ധം, നല്ല വ്യക്തിബന്ധമാണ്. ഞാൻ 2009 ഡൽഹിയിലേക്ക് പോയ സന്ദർഭത്തിൽ ഞാൻ ഉദ്ദേശിച്ച പേര് ഡൊമിനിക് പ്രസൻറ്റേഷനാണ്. ഡൊമിനിക് പ്രസൻറ്റേഷൻ ഐക്കാരനാണ്. അപ്പോൾ അത് എയും നോക്കിയിട്ടില്ല. അന്നത്തെ സാഹചര്യത്തിൽ ഡൊമിനിക് ആയിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നി. ഞാൻ ഉദ്ദേശിച്ചു, അദ്ദേഹം സ്ഥാനാർത്ഥിയായി. അപ്പോൾ ഞാൻ പിന്നീടുള്ള എൻ്റെ ഒരു പ്രവർത്തനത്തിലും ഒരു അമിതമായ ഗ്രൂപ്പ് പ്രവർത്തനത്തിലേക്ക്. എറണാകുളം ഇത്തവണ ഐയുടെ കാറ്റഗറിയിലാണ് പോയത് സീറ്റ്. ആയിരിക്കാം, എനിക്കറിയില്ല. അത് ഐ ആണോ എ ആണോ ഇതിലാണെന്ന് അറിയത്തില്ല. പല കൺസിഡറേഷൻ കാണാം. അതിന് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. കാരണം ഇത് പല ചർച്ചകളിലൂടെയാണല്ലോ തീരുമാനമെടുക്കുന്നത്. അല്ല, ഈ കാര്യത്തിൽ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിസ്സഹായനായി പോയോ? അദ്ദേഹവും ഗ്രൂപ്പില്ലെന്നറിയപ്പെടുന്ന അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയേണ്ട പ്രത്യേക കാര്യമില്ല. അദ്ദേഹം അതിനുശേഷം നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് എന്താ സംഭവിച്ചതെന്ന് വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ വളരെ പ്രകടമായി 2 ഗ്രൂപ്പുകൾക്ക് സീറ്റുകൾ വീതം വയ്ക്കുക, അതിൽ തന്നെ ഗ്രൂപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് സീറ്റ് കിട്ടുക എന്നുള്ളത് നല്ല കാര്യമായി തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞു അതെനിക്കറിയത്തില്ല, ഞാൻ അതിലേക്കൊന്നും കടന്നു പോയിട്ടില്ല. ഗ്രൂപ്പ് ഒരു പരിധി വിട്ടുള്ള ഗ്രൂപ്പ് ശരിയല്ല എന്ന് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഫോറം, ഞാൻ പുറത്ത് പറയുന്ന ഒരാളല്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിലെ മെമ്പറാണ്. ഞങ്ങൾ പറയേണ്ട കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി ശക്തമായി ആ കമ്മിറ്റിയിൽ പറയും. പുറത്ത് പറയാറില്ല. പുറത്ത് പറയുന്നത് ഒരു ശരിയായ രാഷ്ട്രീയ പ്രവർത്തനമല്ല. ഇത് ഗ്രൂപ്പ് വീതം വെപ്പാണെന്ന് ഡൽഹിയിലുള്ള മുതിർന്ന നേതാവ് PC ചാക്കോ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. ചാക്കോയ്ക്ക് പറയാം,
ചാക്കോ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാഷ്ട്രീയമായി പറയേണ്ട കാര്യങ്ങൾ ഒരിക്കലും പുറത്തു പറയാറില്ല. അത് പാർട്ടിക്കകത്ത് പറയാറില്ല. ചാക്കോ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് മനസ്സിലെങ്കിലും തോന്നുന്നുണ്ടോ? അതെങ്ങനെയാണ് പറയാം? ചാക്കോയാണ്, കെ വി തോമസ് തോമസാണ്. പക്ഷേ രണ്ടുപേരും രാഷ്ട്രീയം കേരളത്തിൽ കോൺഗ്രസിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ഞങ്ങൾ സുഹൃത്തുക്കളുമാണ്. അപ്പോൾ പിന്നെ അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറയേണ്ടതല്ല. എൻ്റെ ആശയമാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റൂ? ഞാൻ പറയുന്ന ചാക്കോയുടെ ആശയമാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് പലതിലും വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ട്. സുഹൃത്തുക്കളാണ്, നല്ല സുഹൃത്തുക്കൾ. അദ്ദേഹം എന്തായാലും വെറുതെ പറയുന്നതാവില്ല. അത് അദ്ദേഹത്തിൻ്റെ മറുപടി പറയാൻ പറ്റില്ല, എനിക്ക് മറുപടി പറയാൻ പറ്റത്തില്ല. ഈ മൊത്തം നമ്മളെടുത്ത് കഴിഞ്ഞാൽ കോൺഗ്രസ്സിലൊരു തലമുറ മാറ്റം ഉണ്ടായി, ഒരു ജനറേഷണൽ ചേഞ്ച് തന്നെ ഉണ്ടായി. രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി വന്നു. പണ്ട് സോണിയാഗാന്ധിയുമായി ഏറ്റവും അടുത്ത് നിന്നിരുന്ന നേതാക്കളൊക്കെ ഈ രാഹുൽ ജനറേഷനിൽ തഴയപ്പെടുകയാണ്. അത് ശരിയല്ല. എല്ലാവരും ഉണ്ട്. പ്രായമായ ആളുകളുണ്ട്, പക്വതയുള്ള ആളുകളുണ്ട്, പരിചയസമ്പന്നരുണ്ട്, പുതിയ തലമുറ. ഒരു മിക്സ്ഡാണ്. കോൺഗ്രസിൻ്റെ വളർച്ചയുടെ ഇതുതന്നെയാണല്ലോ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നടന്നത്, അതുതന്നെയാണല്ലോ രാജീവ് ഗാന്ധിയുടെ കാലത്ത് നടന്നത്. സമാനമായി ഇപ്പോൾ രാഹുലിൻ്റെ കാലത്ത് നടക്കുന്നു. ഒരു മാറിയ രാഹുലിനെ നാം കാണുക. 2 വർഷങ്ങൾക്ക് മുമ്പുള്ള രാഹുൽ അല്ലല്ലോ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ. ഞാൻ രാജീവ് ഗാന്ധിയുടെ പ്രസംഗം കണ്ടിട്ടുണ്ട്. ആദ്യകാലത്തൊക്കെ അദ്ദേഹത്തിന് ചടുലമായി പ്രസംഗിക്കാൻ കഴിയുമായിരുന്നു. പിന്നെ അവസാനം വന്നപ്പോൾ അതിമനോഹരമായി അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നു. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. ഇന്ദിരാജിയുടെ മാറ്റം നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഇന്ദിരാജി ആദ്യകാലത്തിൽ വരുന്ന ഇന്ദിരാജിയല്ലോ പിന്നീട് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി മാറ്റങ്ങളാണല്ലോ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. അതെ, കെ വി തോമസ് സോണിയാഗാന്ധിയുമായും വളരെ അടുത്ത റാപ്പോ ഉണ്ട് എന്ന് മറ്റുള്ളവർ കരുതുന്ന ആളാണ്. പക്ഷേ രാഹുലിൻ്റെ കാലം വന്നപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാതെ വന്നു. അങ്ങനെ ഞാൻ കുടുംബമായിട്ട് വളരെ അടുപ്പ ബന്ധമുണ്ട്. അതുകൊണ്ടാണല്ലോ എനിക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ട സന്ദർഭത്തിൽ എന്നെ വന്ന് കാണണം എന്ന് സീനിയർ നേതാക്കന്മാരായ അഹമ്മദ് പട്ടേലിനോടും ഒക്കെ ഞങ്ങളുടെ ചാർജുള്ള ജനറൽ സെക്രട്ടറിയോടൊക്കെ പറഞ്ഞ് അവർ വന്ന് എന്നെ കാണുകയും സംസാരിക്കുകയും പിന്നീട് സോണിയാജി എന്നെ വിളിപ്പിച്ചു. 45 മിനിറ്റാണ് ഞങ്ങൾ എന്നെ സംസാരിച്ചത്. ഒരാൾക്കും കിട്ടാത്ത അന്ന് എത്രയധികം തിരക്കുള്ള സന്ദർഭത്തിൽ 45 മിനിറ്റ് എന്നോട് സ്നേഹത്തോടുകൂടി പെരുമാറി. എനിക്കത് മതി. അതിനേക്കാൾ അപ്പുറത്തൊരു എനിക്കൊരു അംഗീകാരം കിട്ടാനില്ല. സോണിയാഗാന്ധിയുടെ വലങ്കൈയായി കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അഹമ്മദ് പട്ടേൽ, കെ ആൻ്റണി, എന്തിന് AICC ഓഫീസിൽ മാധ്യമ വക്താവായിരുന്ന ടോം വടക്കൻ പോലും പുതിയ രാഹുലിൻ്റെ കാലം വരുമ്പോൾ അങ്ങനെ അല്ലാതാവുന്നു. ടോം പാർട്ടിക്ക് തന്നെ പുറത്തുപോയി BJPയിൽ ചേരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ്സിൽ പഴയ സീനിയർ നേതാക്കൾക്ക് ഇടം കുറഞ്ഞു വരികയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിയല്ലല്ലോ. ഇപ്പോഴും ആൻ്റണി ശക്തനായി നിൽക്കുന്നു, അഹമ്മദ് പട്ടേൽ ശക്തനായി നിൽക്കുന്നു. ടോം വടക്കൻ വ്യത്യസ്തമാണ്. ടോം വടക്കൻ അവിടെ ഈ AK ആൻ്റണിയോടെയോ അഹമ്മദ് പട്ടേലിനോട് കമ്പയർ ചെയ്യാവുന്ന ഒരാളാണ്. ഇന്ന് വ്യത്യസ്തമായ ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. അവരെല്ലാം ഇന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് ഉണ്ടല്ലോ ഇപ്പോഴും ശക്തനായിട്ട് കൂടെ. മല്ലികാർജ്ജുൻ ഖാർഗെ ഉണ്ടല്ലോ. മല്ലികാർജ്ജുൻ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവല്ലേ, എത്രയോ വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടിയിലാണ്. എല്ലാവർക്കും ഇതിനകത്തൊരു സ്ഥാനമുണ്ട്. അത് പണ്ടേ അങ്ങനെയാണ്. രാജീവ് ഗാന്ധി വന്ന കാലത്തും പഴയ കെ കരുണാകരനെ പോലെയുള്ള ആളുകൾക്ക് സ്ഥാനമുണ്ടായിരുന്നു. അഹമ്മദ് പട്ടേലിനെ പോലെ അന്നത്തെ ചെറുപ്പക്കാരിലൊരാൾ അഹമ്മദ് പട്ടേലാണ്. ഓസ്കാർ ഫെർണാണ്ടസ് അന്നത്തുള്ള പുതിയ തലമുറയിലെ ആളുകളല്ലേ, കമൽനാഥ് ഒക്കെ അന്ന് രാജീവ് ഗാന്ധിയുടെ വലം കൈയായിരുന്നു. എല്ലാവരെയും ഒന്നിച്ചിപ്പിച്ചു കൊണ്ടുപോകുന്നൊരു ചരിത്രവും പാരമ്പര്യമില്ല കോൺഗ്രസിനുണ്ട്. ഇവിടുത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വം സ്വകാര്യ സംഭാഷണങ്ങളിൽ പറയുന്നത് കേരളത്തിലെ 3 നേതാക്കൾക്ക്, ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ വി തോമസ് മാഷിന് സീറ്റ് കൊടുക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അതുതന്നെയാണ് അവർ ഡൽഹി ചർച്ചകളിലും സ്വീകരിച്ച നിലപാട്. പക്ഷേ മുകളിൽ നിന്ന് അങ്ങനെ വേണ്ട എന്ന് തീരുമാനം വന്നു എന്നാണ്. അത് ശരിയാവാൻ വഴിയുണ്ടോ? ഞാനിങ്ങനെ പറയാം, അവർക്കല്ലേ പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചർച്ചയിൽ പങ്കാളിയായതില്ല. പക്ഷെ അങ്ങനെ ഒരു സാധ്യത, അതായത് കേരളത്തിൽ പറയാൻ പറ്റും. എനിക്കറിയാത്തൊരു കാര്യത്തിൽ ഞാൻ ഊഹാപോഹങ്ങളിലൂടെ പോകുന്നതല്ല. ഇതന്നെ എനിക്ക് മാധ്യമപ്രവർത്തകരോടും പറയാനുള്ളത്. വലിയ ഊഹാപോഹങ്ങളിലേക്ക് പോകരുത്. നമ്മൾ യാഥാർത്ഥ്യം കണ്ടുകൊണ്ട് വേണം നമുക്ക്. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഊഹാപോഹങ്ങളിലേക്കല്ല പോകുന്നത്. നമ്മൾക്ക് യാഥാർത്ഥ്യങ്ങളോട് വേണം നമുക്ക്. ഇവിടെയും എനിക്കെങ്ങനെ മറുപടി പറയാൻ പറ്റുന്ന സംഭവിച്ചതെന്ന് എനിക്കറിയാം. അല്ല, പക്ഷേ വ്യക്തിപരമായി താങ്കൾ മനസ്സിലാക്കുമ്പോൾ രമേശിനോടോ ഉമ്മൻചാണ്ടിയോടോ മുല്ലപ്പള്ളിയോടോ ഒരു നീരസം തോന്നാത്ത വിധത്തിൽ, എന്ന് വെച്ചാൽ അവരല്ല ഇത് ചെയ്തത് എന്ന ബോധ്യത്തിലേക്ക് താങ്കൾ എത്തിയോ? ആ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ലല്ലോ. ഞാൻ ഇതിലേക്കൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ ഇന്നലെ ഇവിടെ വന്നു, എനിക്ക് ജനങ്ങൾ നൽകിയ സ്വീകരണം, ഞാൻ പൂർണ്ണമായി സംതൃപ്തി. ഞാൻ ഇന്നെൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഇത്രയും സുന്ദരനാണെന്ന് എനിക്കിന്നാ തോന്നിയത്. കാരണം ഞാനും ഹൈബിയും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ എൻ്റെ ഒരു മുഖപ്രഭാവം, ഞാൻ ഹൈബിയേക്കാൾ ചെറുപ്പമായിട്ട് എനിക്ക് തോന്നി അവിടെ. അപ്പോൾ എൻ്റെ മനസ്സ് പൂർണ്ണമായി സംതൃപ്തനാണ്. ഒരു അസംതൃപ്തി എനിക്കില്ല. 2009 ഹൈബി സ്ഥാനാർത്ഥിയാകുമെന്ന് വിചാരിച്ച ധാരാളം ആളുകളുണ്ടായിരുന്നു, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകൾ. പക്ഷേ കോൺഗ്രസ് താങ്കളെയാണ് ചൂസ് ചെയ്തത്. അന്ന് ഹൈബിക്കും ഒരു ഹാർട്ട് ബേൺ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അന്ന് ഹൈബിയെ താങ്കൾ പാസിഫൈ ചെയ്യുകയും ചെയ്തിരുന്നു.
ഇത് കോൺഗ്രസ് പാർട്ടിയിൽ സാധാരണഗതിയിൽ നടക്കുന്ന ഒരു കാര്യം, അന്നത്തേതുപോലെ ഇന്നത്തേതും എന്നുള്ള മട്ടിൽ താങ്കൾ അത് ഉൾക്കൊള്ളുകയാണോ? തീർച്ചയായിട്ടും ഇത് സ്വാഭാവികമല്ലേ. അന്ന് ഹൈബി NSUIയുടെ പ്രസിഡൻ്റാണ്. വളരെ ഉത്തരവാദിത്തമുള്ളൊരു പോസ്റ്റ് അദ്ദേഹം ഇരുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കൊടുക്കാതെ എനിക്ക് തന്നതെന്ന് മറുപടി പറയേണ്ടത് കോൺഗ്രസ്. ഞാൻ പറയുന്നത് ശരിയല്ല, പക്ഷേ എന്തോ സാഹചര്യത്തിലാണല്ലോ അന്ന് എനിക്ക് തന്നത്. ഇന്നിത് ഹൈബിക്ക് കൊടുത്തിരിക്കുന്നു. അതിൻ്റേതായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്തായാലും അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ, അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരാൾ. അല്ല, അതിലും ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്, സ്വകാര്യമായി പറയുന്നത്, അന്നും തോമസ് മാഷിന് സീറ്റ് കൊടുക്കുമെന്ന് ഇവിടെ ആരും വിചാരിച്ചിരുന്നില്ല. പക്ഷേ ആ മുകളിൽ നിന്ന് മാഡം ഒരു തീരുമാനമെടുത്തു, അങ്ങനെ മാഷ് സ്ഥാനാർത്ഥിയായി. പക്ഷേ ഇന്ന് മാഡം അല്ല തീരുമാനമെടുക്കുന്നത് എന്നുള്ളതാണോ അവിടെ താങ്കൾക്ക് വന്നിട്ടുള്ള ഒരു പോരായ്മ? ഒരു പോരായ്മയുമില്ല. കോൺഗ്രസിൻ്റെ പല സാഹചര്യങ്ങൾ, പല കാര്യങ്ങൾ പരിശോധിക്കണം. അന്നും തീരുമാനമെടുത്തതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ട്. അന്ന് ഞാൻ പറയുന്നത് ശരിയല്ല, പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ചകളാണ്. ഇന്നും തീരുമാനമെടുക്കുന്ന അതിൻ്റേതായ സാഹചര്യം. തീരുമാനത്തിന് ഞാൻ അസംതൃപ്തനല്ല. ഞാനിവിടെ വന്നതിന് ശേഷം ഞാൻ ഇതുമായിട്ട് അലിഞ്ഞു ചേരുകയും ഇന്നലെ മുതൽ ഹൈബി എൻ്റെ ഒരു കൊച്ചനുജനെ പോലെ കൂടെ പിടിച്ച് എല്ലായിടത്തും ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. എൻ്റെ ജന്മനാട്ടിൽ ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം ഒന്നിച്ചാണ് പോയത്. ഇനി എൻ്റെ ലക്ഷ്യം ഹൈബി ഉൾപ്പെടെ കേരളത്തിലെ 20 UDF സ്ഥാനാർത്ഥികൾ വിജയിക്കുക എന്നുള്ളതാണ്. ഈ തീരുമാനം എടുത്ത ദിവസം താങ്കളോട് മാധ്യമപ്രവർത്തകർ കാര്യങ്ങൾ ആരായുമ്പോൾ പരിധിക്കപ്പുറത്ത് വികാരാധീനനായി പോയോ? അല്ല, സ്വാഭാവികമല്ലേ. ഒരു പെട്ടെന്ന് ഷോക്കല്ലേ, നമ്മൾ അപ്രതീക്ഷിതമല്ലേ. കാരണം ഞാനിത് അറിയേണ്ടത് മാധ്യമങ്ങളിലൂടെയല്ല. ഞാൻ നേരിട്ട്, കാരണം എന്നെ വിളിച്ചതാണ് വെള്ളിയാഴ്ച 1.5 മണിക്കൂർ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ ഞങ്ങൾ സംസാരിച്ചു. അപ്പോഴൊന്നും എന്നോട് പറഞ്ഞില്ല. ഞായറാഴ്ച പിന്നെ തീരുമാനം വരിക, അത് മാധ്യമങ്ങളിലൂടെ കാണുന്നു. പെട്ടെന്ന് മാധ്യമപ്പട എൻ്റെ വീട്ടിലേക്ക് ഇരച്ച് കയറുകയാണ്. ഡൽഹിയിൽ എൻ്റെ വീട്ടിലേക്ക് ഇരച്ചാ കയറി. അപ്പം ഞാൻ ഷോക്കഡാണ്. അതിന് എനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടാത്ത ഷോക്കല്ല. എന്നോടിത് പറയാമായിരുന്നു, എന്നെ അറിയിക്കാമായിരുന്നു. അതിൻ്റെ ഒരു വേദന. ഞാൻ ഈ കുടുംബത്തിലൊരംഗമല്ല, എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഒരു ഷോക്കുണ്ട്, വേദനയുണ്ട്. ഞാൻ പറഞ്ഞൊരു വേദനയാണ് ഞാൻ പറഞ്ഞത്. മാധ്യമപ്രവർത്തകർ താങ്കളോട് BJPയിൽ ചേരുമോ എന്ന് പോലും ചോദിച്ചു. സാധാരണ താങ്കളെ പോലെയുള്ള ഒരു നേതാവിനോട് ചോദിച്ചാൽ എന്നോട് അങ്ങനെ ചോദിക്കരുത് എന്ന് പറയേണ്ടതാണ്. പക്ഷേ ഞാൻ ആലോചിച്ചിട്ടില്ല എന്നൊരു മറുപടിയാണ് കൊടുക്കുന്നത്. ഡൽഹിയിലെ മാധ്യമക്കാരാണ് അവരെന്താ ഉദ്ദേശിക്കുന്നത് എന്നറിയാം. ആ ട്രാപ്പിലൊന്നും വിടാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞു, എനിക്ക് ഇതിൻ്റെ ഒരു വേദനയുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ പണ്ട് മാർപ്പാപ്പ ന്യൂയോർക്കിൽ പോയ പോലെ ആയിപ്പോവും, ഇവിടെ പ്രോസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ എന്ന് ചോദിച്ച പോലെ ആയിപ്പോവും. അതെനിക്കറിയാം എന്ത് ട്രാപ്പിലേക്കാണ് അവരെന്നെ കൊണ്ടുവരുന്നത്. അതിലൊന്നും വീഴാൻ തയ്യാറില്ലായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഞാൻ എവിടെ നിൽക്കുന്നു. ഇതാണ് ബോധ്യപ്പെട്ടത് ഇപ്പോഴാണ്. പക്ഷേ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണ് രാഷ്ട്രീയത്തിലെ ഫ്യൂച്ചർ എന്ന് ആലോചിക്കണം, ഞാൻ വേളാങ്കണ്ണി മാതാവിൻ്റെ വിശ്വാസിയാണ്, എനിക്ക് വിശ്വാസപരമായ കാര്യങ്ങൾ ആലോചിക്കണം, എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിക്കണം, ഇതൊക്കെയാണ് പറഞ്ഞത്. അതല്ലാതെ കാറ്റഗറിക്കലി അല്ല, അതാ പറഞ്ഞത്, അത് ട്രാപ്പിലാണ്. നോ എന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് ന്യൂ ജനറേഷൻ ചെറുപ്പക്കാർ നന്നായിട്ടറിയാം. അവർക്ക് വേണ്ടത് വാർത്തകളാണ്. ആ വാർത്ത സൃഷ്ടിക്കാൻ ഞാൻ തയ്യാറാണ്. സത്യത്തിൽ നോ എന്ന് പറഞ്ഞാൽ അവർ എക്സ്പെക്ട് ചെയ്യണം. അതിൻ്റെ ആവശ്യമില്ല. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, എക്കാലത്തും കോൺഗ്രസ്സുകാരനായിരുന്നു, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. എനിക്കൊത്തിരി അതെന്താണെന്ന് പറഞ്ഞാൽ എനിക്കൊത്തിരി വ്യക്തിബന്ധങ്ങൾ എല്ലായിടത്തുള്ള ആളാണ്. സത്യത്തിൽ അങ്ങനെ ഒരു പേടിയിൽ കോൺഗ്രസ് നേതൃത്വം തന്നെ വിരണ്ടുപോയോ? KV തോമസിനെ പോലെ ഒരാൾ BJPയിലേക്ക് പോകുമോ എന്നൊരു ടെൻഷൻ? ഞങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്, സ്നേഹമുണ്ട്. അതുകൊണ്ട് ആ സ്നേഹത്തിനപ്പുറത്തേക്കൊന്നുമില്ല. എന്നെ എല്ലാവർക്കും നേതൃത്വത്തിന്, അതുകൊണ്ടുള്ള മണിക്കൂറുകൾക്കുള്ളിൽ സോണിയാഗാന്ധി എന്നെ വിളിച്ചത്, സംസാരിച്ചത്, എന്നെ നന്നായിട്ട് അറിയുന്ന നേതൃത്വം അവിടെ ഉള്ള. ഇന്ന് ഞാനുണ്ടായ ബന്ധങ്ങളില്ല. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. ഏത് പ്രതിസന്ധിയിലും കോൺഗ്രസ് എന്നെ വിശ്വാസത്തിലെടുപ്പി. അതുകൊണ്ടാണ് ഞാൻ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായത്. ഫുഡ് സെക്യൂരിറ്റി കൊണ്ടുവരാൻ എന്നെയല്ലേ ഏൽപ്പിച്ചത്. അതൊക്കെ എൻ്റെ വിശ്വാസമുള്ളത് കൊണ്ടാണ്. ആ വിശ്വാസം അന്നും ഇന്നും എന്നും ഉണ്ട്, എനിക്കും പാർട്ടിയിലുണ്ട്. അതിനപ്പുറത്ത് ആ കാര്യത്തിൽ കയറുന്നു. ആ ദിവസം BJPയുടെ നേതാക്കൾ ആരെങ്കിലും ബന്ധപ്പെടാൻ ശ്രമിക്കുക മറ്റോ? ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അല്ല, അവർക്ക് ബന്ധപ്പെടാനോ? ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അന്ന് ടോം വടക്കൻ പറഞ്ഞത് BJPയുടെ ബന്ധപ്പെട്ടു. എന്നെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയല്ല. സ്ഥാനാർത്ഥി ആകുമോ എന്ന് പോലും ഇവിടുത്തെ ചില BJP നേതാക്കൾ ചാനൽ ചർച്ചയിൽ ഞങ്ങൾ അതിലേക്ക് പോകണ്ട. നമ്മുടെ ചർച്ചയിലേക്ക് വരുമ്പോൾ മറ്റു ഭാഗത്തേക്ക്, ആ ചർച്ചയ്ക്ക് പ്രസക്തി ഇപ്പം ഇല്ല. ഞാനിവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, UDF-ന്റെ പ്രവർത്തനം. കഴിഞ്ഞ തവണ UPIക്ക് തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടായതിനു ശേഷവും താങ്കൾക്ക് പാർലമെൻറ്റിൽ കോൺഗ്രസ് വളരെ ഉചിതമായ സ്ഥാനം തന്നെയാണ് നൽകിയത്. പക്ഷേ അതിനുശേഷം കോൺഗ്രസ്സിലെ ഒരു ജനറേഷൻ്റെ ചേഞ്ച് വരുമ്പോൾ താങ്കളെ ആ നിലയ്ക്ക്, അതായത് സോണിയാഗാന്ധിയുടെ കാലത്തേതുപോലെ ഉൾക്കൊണ്ടില്ലേ? അവസാന നിമിഷം വരെയും ഞാൻ പ്രധാനപ്പെട്ട എല്ലാ കമ്മിറ്റികളിലുണ്ട്. അവസാന നിമിഷം വരെ. ഏറ്റവും അവസാനം എന്നെ വെച്ചത് അർബൻ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയിലാണ്. നമ്മുടെ മെട്രോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതിനാണ്. അതുപോലെ
കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് കമ്മിറ്റി, ഒത്തിരി കമ്മിറ്റികളും ഒത്തിരി ഈ ഉത്തരവാദിത്തം. പാർലമെന്ററി സമിതികളിൽ കോൺഗ്രസിന്റെ താല്പര്യം വേണ്ടവണ്ണം സംരക്ഷിച്ചില്ല എന്നൊരു തോന്നൽ ഒരുപക്ഷെ നേതൃത്വത്തിനുണ്ടാവും. ഒരു സന്ദർഭത്തിലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണല്ലോ കൂടുതൽ അധികാരത്തിലേക്ക് ഉള്ള കമ്മിറ്റിയിലേക്ക് എന്നെ വെച്ചത്. ഒരു സന്ദർഭത്തിലും ഉണ്ടായിട്ടില്ലല്ലോ. മുതിർന്ന BJP നേതാക്കളുമായി, അതായത് മന്ത്രിസഭാ അംഗങ്ങളുമായി വളരെ നല്ല ബന്ധമാണ് കെ വി തോമസിന് ഉള്ളത് എന്നുള്ളത് രാഹുൽ ഗാന്ധിയെ അസ്വസ്ഥനാക്കിയിട്ടുണ്ടെന്ന് പോലും ചില അതിനൊന്നും എനിക്ക് മറുപടി വർത്തമാനങ്ങൾ. എല്ലാ ഞാനും പിന്നെ യെച്ചൂരിയുമായിട്ട് നല്ല ബന്ധമല്ലേ. അത് ഞങ്ങളുടെ പാർലമെൻ്ററി ലൈഫിൽ നമുക്ക് എല്ലാവരുമായിട്ട് നല്ല ബന്ധം. ഞാൻ രാജയായിട്ട് നല്ല ബന്ധമാണ്. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കന്മാരുമായിട്ടും ഗവൺമെൻറ് മെഷീനറി അല്ലേ, ഗവൺമെൻറ് മെഷീനറി. പക്ഷേ അതൊരു നെഗറ്റീവ് പെർസെപ്ഷൻ ഉണ്ടാക്കിയോ പാർട്ടിക്കകത്ത്? അതിലേക്ക് പോകേണ്ട കാര്യമില്ല, അതിലേക്കൊന്നും പോയിട്ടില്ല. അല്ല, ഇതിൽ ഇപ്പോൾ കൊച്ചിയിൽ നടന്നിട്ടുള്ള സമ്മേളനത്തിൽ അതൊക്കെ അവസാനിച്ചു. ആ പ്രശ്നങ്ങൾ അതൊരു പ്രശ്നമായിരുന്നിരിക്കും. അതൊക്കെ തീർന്നു. ആ പ്രശ്നങ്ങൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. ഞാനിപ്പോൾ വളരെ ശക്തമായി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി, സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാലഘട്ടമാണ്. അതിനെക്കുറിച്ച് നമുക്ക് എന്താ ഉണ്ടെന്ന് തീർച്ചയായും നമുക്കത് അതിലേക്ക് ഈ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിന് ഈ പറഞ്ഞത് ഒരു കാരണമായിരിക്കും. ആ ചർച്ചയില്ല, ആ ചർച്ച ഇവിടെ വെച്ച് സ്റ്റോപ്പ്. ഈ തവണത്തെ സ്ഥാനാർത്ഥി പട്ടിക, ഞാൻ എറണാകുളത്തെ മാത്രമല്ല പറയുന്നത്, കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ എന്താ പറയുക, എല്ലാ ചേരുവകളുമുള്ള ഒരു പട്ടിക ആ നിലയ്ക്ക് തന്നെ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രസ്ഥാനത്തിലെ എല്ലാ താല്പര്യങ്ങളും സംരക്ഷിക്കണം. പക്ഷേ ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ കോൺഗ്രസിന് പോകാൻ കഴിയൂ. സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ജാതിയും മതവുമല്ല, ചില കാഴ്ചപ്പാടുകളുണ്ട്, പക്വമായ കാഴ്ചപ്പാടുകൾ. അത് ഇന്ന് തുടങ്ങിയതല്ല. കോൺഗ്രസിനകത്ത് എനിക്ക് ഓർമ്മയുടെ കരുണാകരൻ്റെ കാലഘട്ടം മുതൽ അതിൻ്റെ അകത്ത് ചില ബാലൻസിങ് ആക്ട് ഉണ്ട്. അത് ഈ പ്രാവശ്യവും കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ 20 സീറ്റും ജയിക്കാൻ കഴിയുമായിരുന്നൊരു സാഹചര്യത്തെ കോൺഗ്രസ് അനാവശ്യമായ വിവാദങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുത്തിയെന്നൊരു തോന്നലുണ്ടോ? ഇല്ല, ഒട്ടുമില്ല. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നതല്ലേ. നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, സ്ഥാനാർത്ഥികൾ അണിനിരന്നു ആൾപോസ്റ്റുകൾ ഒട്ടിച്ചതിന് ശേഷം മാറ്റം ഉണ്ടായിട്ടില്ലേ, എന്നിട്ട് ജയിച്ചിട്ടില്ലേ? അങ്ങനെ ഒരു കാലഘട്ടം കോൺഗ്രസ് കണ്ടിട്ടുണ്ടല്ലോ. അല്ല, അത് പഴയ കാലഘട്ടമാണ്. ഇപ്പോൾ കുറേ കൂടി സോഷ്യൽ മീഡിയയൊക്കെ ഉണ്ട്. ഒരു സ്ഥാനാർത്ഥി ഞാൻ ഭയപ്പെടുന്ന ആളല്ല. സോഷ്യൽ മീഡിയ 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അത് മാനേജർ സോഷ്യൽ മീഡിയ അധികവും, അതൊന്നും നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. ഈ ഗ്രൂപ്പ് മാനേജർമാർ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ കുറെ കൂടി നല്ലൊരു പട്ടിക കോൺഗ്രസിന് പുറത്തിറക്കാൻ കഴിയുമായിരുന്നില്ല. ഇപ്പോഴത്തെ പട്ടിക മോശമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നല്ല പട്ടികയാണ്, ഒരു കുഴപ്പമില്ല. ഈ പട്ടിക ഇപ്പോൾ വെച്ചേക്കുന്നത് നല്ല സ്ഥാനാർത്ഥി ലിസ്റ്റാണ്. അതിനൊരു കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഒരു പക്ഷേ കോൺഗ്രസിന് വലിയ വിജയമുണ്ടായാൽ ഈ പട്ടിക, ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകൾ, ഇവയൊക്കെ നല്ലതാണ് എന്ന് വിലയിരുത്തപ്പെടും. പക്ഷേ കോൺഗ്രസിന് ഒരു പരാജയമാണ് ഉണ്ടാവുന്നതെങ്കിൽ, നേരത്തെ PC ചാക്കോ പറഞ്ഞു വെച്ച കാര്യം ഞാൻ സൂചിപ്പിക്കേണ്ടായി, കേരളത്തിലെ കോൺഗ്രസിൽ ഒരു പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ടോ? ഒരു കാര്യമില്ലല്ലോ, എന്തിനാ പൊട്ടിത്തെറി? തെരഞ്ഞെടുപ്പിൽ ജയവും പരാജയവും ഉണ്ടാകും. പക്ഷേ ഇവിടെ ജയിക്കാൻ പോവാണ്. 20 സീറ്റിൽ എല്ലാ സീറ്റിലും ജയിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി കോൺഗ്രസ് UDF ആണ്. ഒരു സീറ്റ് പോലും പരാജയപ്പെടുന്ന ആരും പറഞ്ഞിട്ടില്ല, ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഒരു ഷുവർ സീറ്റ് CPM-ൻ്റെ കയ്യിലില്ല, അല്ലെങ്കിൽ LDF-ൻ്റെ കയ്യിലില്ല. പിന്നെ എന്തിനാ പൊട്ടിത്തെറി? ഭാവി എന്നുള്ളത്, അതായത് താങ്കളെ മാന്യമായ നിലയ്ക്ക് അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ടോ? ഒരു ചർച്ച നടന്നിട്ടില്ല. സോണിയാഗാന്ധി ഞാനും കൂടി ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെ മേഖലയിലേക്ക് കടന്നിട്ടില്ല. കാരണം ഇക്കാലം എത്രയും എനിക്ക് പാർട്ടിയെ അംഗീകാരം നൽകി ഞാൻ ചോദിച്ചിട്ടല്ല. ഞാൻ ഓരോ ഘട്ടത്തിൽ എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. അത് പൂർണ്ണമായി എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചവരുടെ സംതൃപ്തിയോടുകൂടിയാണ് അത് ഞാൻ ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോഴും ഞാനൊന്നും ചോദിക്കുകയില്ല. അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി എന്ത് തീരുമാനിക്കും ഒന്നും വേണ്ടല്ലോ. ഞാൻ സാധാരണ കോൺഗ്രസ് പ്രവർത്തകനല്ലേ, എനിക്ക് കോൺഗ്രസ് പ്രവർത്തനത്തിൽ എന്താ ഇപ്പം ഞാനിവിടെ വന്നു. അതായത് പ്രവർത്തിക്കാൻ സ്ഥാനമാനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. പ്രവർത്തിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനമാനങ്ങൾ വേണമെന്നില്ല. സ്ഥാനമാനങ്ങൾ സ്വയം വരും, അത് അന്വേഷിച്ചു വരും. സ്ഥാനമാനങ്ങൾ അന്വേഷിച്ചു പോകേണ്ട കാര്യം. എന്തായാലും താങ്കൾ ഒരാവശ്യവും, അതായത് എന്നെ ഇന്ന സ്ഥാനത്ത് വെക്കണം, ഒരു സന്ദർഭത്തിൽ ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാവില്ല. UDF കൺവീനർ, പ്രചാരണ സമിതി സ്ഥാനം പറയുന്നുണ്ട്. അത് മാധ്യമങ്ങൾ കൊടുക്കുന്ന സ്റ്റോറിയല്ലേ, നമ്മൾ കൊടുക്കുന്ന സ്റ്റോറി അല്ലല്ലോ. മാധ്യമങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എല്ലാ ദിവസവും ഒരു സ്റ്റോറി, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ കൊടുത്തേ പറ്റത്തുള്ളൂ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ചർച്ചയില്ല. കോൺഗ്രസ് പ്രസിഡന്റ് ഇക്കാര്യങ്ങളൊന്നും അല്ല സംസാരിച്ചത്. അതുപോലെ തന്നെ സോണിയാഗാന്ധി വ്യത്യസ്തമായ കാര്യങ്ങളാണ് സംസാരിച്ചത്. സ്ഥാനമാനങ്ങളെക്കുറിച്ച് സംസാരിച്ചത്. സോണിയാഗാന്ധിക്ക് താങ്കളോടുണ്ടായിരുന്ന നല്ല ബന്ധം ഇപ്പോഴും നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണോ താങ്കൾ ഈ വേദനയൊക്കെ എന്താ പറയുക അത് മറക്കാനുള്ള ഉണ്ടാകുന്നതല്ലേ? ഇപ്പം നിങ്ങളെ നാളെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു, പെട്ടെന്ന് നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾക്ക് വിഷമം തോന്നുന്നില്ല. ഞാൻ ഇത്രയും നാളെ വർക്ക് ചെയ്തതല്ലേ, എന്നോട് വാക്ക് പറയാമെന്ന് പറയും. ഇതുപോലെ തന്നെയാണ് നമുക്കൊരു പ്രസ്ഥാനത്ത് വർക്ക് ചെയ്ത് പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ ഒരു വിഷമം, അത്രയേ ഉള്ളൂ. ഇതൊക്കെ നൈമിഷികമാണ്. രാഷ്ട്രീയ ജീവിതം പരിശോധിക്കുമ്പോൾ ഒരു സമയത്ത് K. കരുണാകരൻ, പിന്നീട് ഒരു സമയത്ത് സോണിയാഗാന്ധി,
രാഷ്ട്രീയ ജീവിതം വേറൊരു ഫേസിലേക്ക് കടക്കുകയാണല്ലോ, അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും തോന്നുന്നു. എല്ലാവരും എന്നോട് സ്നേഹത്തോടുകൂടി, എല്ലാവരും വളരെ സ്നേഹത്തോടുകൂടി ഞാൻ അതിന് രാഷ്ട്രീയം പോലും ഇല്ല, രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സ്നേഹബന്ധം എല്ലാവരും എന്നോട് കാണിച്ചിട്ടുണ്ട്. സോണിയാജിയുമായുള്ള നല്ല ബന്ധത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? എനിക്ക് ആ കുടുംബമായിട്ട് വലിയ അടുപ്പമുണ്ട്. കാരണം രാജീവ്ജി മരിച്ചതിന് ശേഷം അന്ന് സ്വസ്ഥമായിട്ടാണ്, ആരും അങ്ങനെ തിരിഞ്ഞു നോക്കാത്ത സമയത്ത് ഞങ്ങൾ കുറച്ച് പേര് പോകും, കാണും, സംസാരിക്കും, ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാകും, അതെല്ലാം ചെയ്തു കൊടുക്കും. അങ്ങനെ ഒരു ബന്ധം, ആ ബന്ധം എന്ന് പറയുന്നത് കുടുംബ ബന്ധമാണ്. സോണിയാജി കാണിക്കും, ഞങ്ങളൊക്കെ അമ്മയെന്നാണ് പറയുന്നത്. നിങ്ങളുടെ പ്രായം ഒന്നാണ്, ഞാൻ സോണിയാജി നിങ്ങളുടെ ഒരു വയസ്സിന് പോലും വ്യത്യാസമില്ല. ഞങ്ങളുടെ സ്നേഹത്തിലാണ്, ഞങ്ങൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു അമ്മ വരുന്നുണ്ട് എന്ന് പറയും. അതിൻ്റെ ഒരു ചിരി, അമ്മയുടെ ചിരി മതി. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ച് പറയും എന്തുണ്ട്, അതൊരു അനിതര അത് ലീഡർ കാണിച്ച പോലെ. എനിക്ക് ഇപ്പോൾ ലീഡർ എന്ത് പറഞ്ഞാൽ അവസാനം ലീഡറോടൊപ്പം ഒരു ഉണ്ടിന് കഴിക്കുമ്പോൾ നമുക്കുള്ള സകല തർക്കങ്ങളും പ്രശ്നങ്ങളും തീരാറുണ്ട്. ഒരു പരിധിവരെ ആൻ്റണി എടുത്ത് പോകുമ്പോൾ ആൻ്റണി കട്ടൻ ചായ പോലും തരുന്നയാളല്ല, എങ്കിൽ പോലും AK പോയി കണ്ടു വരുമ്പോൾ കൊള്ളാം. പലരും എന്നോട് പറഞ്ഞു മാഷ് AK ആളാണ് എന്ന്, ലീഡർക്ക് ശേഷം AK ആളാണെന്ന് പറയും. ശരിയാണ്, അദ്ദേഹം നല്ല മാന്യമായി എന്നോട് പെരുമാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശൈലി വ്യത്യസ്തമാണ്. അപ്പോൾ എല്ലാവരോടും ഞാൻ നല്ല ബന്ധത്തിൽ പോകുന്നയാളാണ്. ഇപ്പോൾ ഇവിടെ ഉമ്മൻചാണ്ടി ആണെങ്കിലും രമേശ് ആണെങ്കിലും മുല്ലപ്പള്ളി എൻ്റെ ഒരു കുടുംബ സുഹൃത്താണ്. ആ വ്യക്തിബന്ധങ്ങളിൽ ഒരു മാറ്റം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് രാഷ്ട്രീയത്തിന് അതീതമാണ് ആ ബന്ധം. രാഹുലിന് ആ ബന്ധമില്ല എന്നുണ്ടോ? ഇല്ല, രാഹുൽ നമുക്ക് ഇതേ ബന്ധമില്ലേ, എന്താ ബന്ധത്തിന് കുറവ്? എന്നെ അറിയുന്ന, നന്നായിട്ട് അറിയുന്ന, എത്രയോ പ്രാവശ്യം ഞാൻ നടന്നു പോകുമ്പോൾ എന്നെ പുറകിൽ നിന്ന് കയറി പിടിച്ചിട്ടുണ്ട്, വേറെ അറിയുകയും. അപ്പോൾ പാർലമെൻറ്റ് ആളുകൾ എന്താ പ്രൊഫസർ വാണിജ്യം, അപ്പോൾ ഇത് പുറകിൽ നിന്ന് വന്നിങ്ങനെ, ഞാനൊരു വേഗത്തിൽ നടക്കുന്നതാണ്, ഞാൻ സാവധാനത്തിൽ നടക്കുന്നതാണ്. ഇദ്ദേഹം വളരെ വേഗത്തിൽ പോകുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ന് പറയും, എവിടെ വെച്ച് കണ്ടാലും ഒരു ഇത് പറയും. കാർട്ടൂണിസ്റ്റുകളും സറ്റയറിസ്റ്റുകളൊക്കെ പറയുന്നത് സോണിയാഗാന്ധിക്ക് തിരുതയും കരിമീനും കൊണ്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്ര സ്നേഹം എന്നാണ്. അതൊക്കെ നമ്മുടെ പത്രപ്രവർത്തകർ ഉണ്ടാക്കുന്ന കഥകളല്ലേ. വാസ്തവില്ല, വാസ്തവികേടെന്ന് പറയുന്നത്, ഞാൻ എൻ്റെ വീട്ടിൽ സമൃദ്ധമായ ഭക്ഷണം കൊടുക്കുന്നയാളാണ്. ഞാൻ എല്ലാവർക്കും, ഞാൻ ഡൽഹി പോകുമ്പോൾ കുറേ മീൻ കൊണ്ടുപോകും. അവിടെ എല്ലാ പത്രപ്രവർത്തകർക്കും കൂടെ അവിടുത്തെ പത്രപ്രവർത്തകരോട് ചോദിച്ചു, ഇതൊന്നും ഒരു ഇഷ്യൂ അല്ലല്ലോ. നമ്മുടെ സ്നേഹമുള്ളപ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. എൻ്റെ വീട്ടിൽ വന്നാൽ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. ഞങ്ങളുടെ അവിടെ ഒരു സംഘം തന്നെയുണ്ട്, എല്ലാ ആഴ്ചകളിലും കൂടുന്നൊരു ഞങ്ങളുടെ ഒരു സംഘമുണ്ട്. അപ്പോൾ അതൊന്നും ഇതിനുമായിട്ട് ബന്ധപ്പെട്ടത്. അതായത് ചില ആളുകൾക്ക് ഒരു സ്നേഹത്തിൻ്റെ സൂചനയാണല്ലോ. അല്ല, ചില ആൾക്ക് ഇത് പറയുന്നത് നെഗറ്റീവാണ്. അതെനിക്ക് ഇത് പറയുന്നത് സ്നേഹത്തോടെ പറയേണ്ടതല്ല, ഇത് കളിയാക്കാൻ വേണ്ടി പറയുന്നത് ഏർപ്പെടാൻ സോപ്പിടാൻ നമ്മളെ കളിയാക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാകുന്നതാണ്. അതിലൊന്നും വലിയ കാര്യമായിട്ട് ഞാൻ കണക്കാറുണ്ട്. തീർച്ചയായും എല്ലാ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും നേരുന്നു. വളരെ നന്ദി. താങ്ക് യു.